നമ്മുടെ മനസ്സിൽ എപ്പോഴോ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായി, അതായത് ഈശ്വരൻ എന്നൊന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം ഞാൻ ഇച്ഛിക്കുന്നത് പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ധാരണ ശരിയല്ല. ചില കാര്യങ്ങൾ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമാണ് എന്ന്. എന്നാൽ ചിലർ ഇങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട്, സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരനാണ് നിയന്ത്രിക്കുന്നത് എന്ന്. എനിക്കത് ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. കാരണം പലപ്പോഴും മനുഷ്യർ വളരെ കാരുണ്യത്തോടെ, ഒരു നിബന്ധനകളുമില്ലാതെ സ്നേഹത്തോടുകൂടെ പലതും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് തീർത്തും വിശ്വാസ്യയോഗ്യമല്ലാത്ത മനുഷ്യത്വരഹിതമായ പല കർമ്മങ്ങളും നടക്കുന്നതും നമ്മളിന്ന് കാണുന്നുണ്ട്. ഇതിനെല്ലാത്തിനും, ഈ എല്ലാ കർമ്മങ്ങൾക്കും ഈശ്വരൻ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ഈ ചോദ്യം ചോദിക്കാം: ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഈശ്വരനെ ഈശ്വരനാക്കി തീർക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈശ്വരൻ സ്നേഹത്തിൻ്റെ സാഗരമാണ്, കരുണയുടെ കടലാണ്, കാരുണ്യത്തിൻ്റെ സമുദ്രമാണ്, ക്ഷമയുടെ കടലാണ്, സത്യത്തിൻ്റെയും ശാന്തിയുടെയും സമുദ്രമാണ്. ഞാനതിൽ ആഴത്തിൽ വിശ്വസിക്കുകയും ധ്യാനത്തിൽ എനിക്കത് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ ധാർമ്മിക മാനദണ്ഡങ്ങൾക്ക് പോലും അനുസരിച്ചല്ല. അതിനാൽ തീർച്ചയായും ഇത് ഈശ്വരൻ്റെ ഇച്ഛയാവാൻ സാധിക്കില്ല. മനുഷ്യരായ മാതാപിതാക്കൾ പോലും അവരുടെ കുട്ടികൾ സന്തുഷ്ടമായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈശ്വരൻ നമ്മളെല്ലാവരും കേവലം അല്പനേരത്തേക്കല്ല, എല്ലായ്പ്പോഴും സന്തുഷ്ടരായിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. ഈശ്വരനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരാശയം ഈശ്വരൻ എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തീർത്തും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ആശയമാണത്. ഈശ്വരൻ ഇവിടെയും ഇവിടെയും അവിടെയും എല്ലായിടത്തുമുണ്ട്. ഒരു ജീവി എന്ന നിലയിൽ ജീവനില്ലാത്തതിൻ്റെ സാന്നിധ്യം മനുഷ്യൻ അനുഭവിക്കാൻ സാധിക്കും. ഞാനിത് തൊട്ടാലും അല്ലെങ്കിൽ തകർത്താൽ പോലും ഇതൊരിക്കലും ഒരു രീതിയിലും തിരിച്ച് പ്രതികരിക്കുകയില്ല. മനുഷ്യനോ? അതെ, താങ്കൾ എന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ നിലവിളിക്കും. അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സസ്യങ്ങളും മരങ്ങളും മറ്റെല്ലാ ജീവജാലങ്ങളും തമ്മിൽ വളരെ വ്യത്യസ്തരാണ്. പക്ഷെ അവ ഓരോന്നും അവരുടേതായ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ ഒന്നിലോ, ഇവയിൽ ചിലതിലോ, അല്ലെങ്കിൽ എല്ലാത്തിലുമോ ഈശ്വരൻ എങ്ങനെയാണ് കുടികൊള്ളുക? എനിക്കത് നിരർത്ഥകമായാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ ഈ ചോദ്യം തീർച്ചയായും ഉയർന്നു വരും. അപ്പോൾ ഈശ്വരൻ എവിടെയാണ്? എൻ്റെ ധ്യാനാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ഫിസിക്കലായ ഡയമെൻഷൻ മാത്രമല്ല യഥാർത്ഥ സത്യം. ഇതിനുപരി സൂക്ഷ്മമായ ഒരു ലോകമുണ്ട്, സൂക്ഷ്മലോകം, ദ വേൾഡ് ഓഫ് ലൈറ്റ്. എന്നാൽ ഇവയ്ക്ക് രണ്ടിനുമുപരി സർവേശ്വരനും നമ്മൾ എല്ലാ മനുഷ്യാത്മാക്കളും വസിക്കുന്ന നമ്മുടെ ഗൃഹവുമുണ്ട്. And people who, not even having practiced meditation, but from time to time, different people have told me about their experiences of having been in another place, a place of peace, a place of light. That is the home. And when people meditate, it's very easy for them to go back to that memory and that experience of the home of light up above.